السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ ബിതഖ്വല്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ, കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ചോദ്യങ്ങൾ ചോദിക്കുന്നതും മറുപടി പറയുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് സവാബ് ലഭിക്കുന്ന, മീസാനിൽ ഭാരം നൽകുന്ന സാലിഹായ അമലായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു അവന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് മുത്തഖീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈദിയുടെ ഇന്നലത്തെ ക്ലാസ് ഇവിടെ അത് റീപ്ലേ ചെയ്യായിരുന്നു. വളരെ ഇന്നലെ കേൾക്കാത്ത ആളുകൾക്കൊക്കെ ഇന്നത് കേൾക്കാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മുസ്ലിയാർ, എൻ്റെ അടുത്ത സ്നേഹിതനും, ഞാൻ സ്നേഹിക്കുക മാത്രമല്ല ബഹുമാനിക്കാന് മൂപ്പർ സമ്മതിക്കാത്തത് കാരണം അങ്ങനെ പറ്റാതിരുന്നതാണ് അല്ലേ. ബഹുമാനിക്കണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ബഹുമാനിക്കാൻ സമ്മതിക്കാതെ നമ്മുടെ സ്വന്തം അടുത്ത് ഒരു സ്നേഹിതനായി കഴിഞ്ഞ് അതൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട നാട്ടിക. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരലോക ജീവിതം വളരെ റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. ആമീൻ. പല ആളുകളും ഇന്നലെ ശംസുദ്ദീൻ ഫൈലി, വലിയ ആളുകൾ കളവ് പറഞ്ഞാൽ അത് സത്യമാവൂല, അത് കളവിന്റെ ശക്തി കൂടുന്നല്ലാതെ അല്ലേ എന്ന് പറഞ്ഞ് ശംസുദ്ദീൻ ഫൈലി ഇന്നലെ വലിയ ആളുകൾ കളവ് പറഞ്ഞത് അതുകൊണ്ട് വലിയ ആളാണല്ലേ പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് സത്യമാവൂല, അത് ആ കളവിന്റെ ഗൗരവം എന്ന് വർദ്ധിക്കുന്നല്ലാതെ അത് സത്യമാവുകയില്ല. നാട്ടിക മരിച്ചപ്പോ ആകെ രണ്ടാളുകൾ മാത്രമാണ്, എന്താ ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞല്ലേ, രണ്ടാളുകൾ മാത്രമാണ് കണ്ടത്. 10,000-കണക്കിലെ ആളുകൾ നിന്നിട്ട് ബഹുമാനപ്പെട്ട തൃപ്പനിച്ച് ഉസ്താദും അതുപോലെ തന്നെ മഹാനവർകൾ, തൃപ്പനിച്ച് മഹാനവർകളും അതുപോലെ തന്നെ കന്യാല അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന മൗല, അവരൊക്കെ ക്യൂ നിൽക്കുകയായിരുന്നു അല്ലേ. ബഹുമാനപ്പെട്ട മറ്റേ കരീം ഫൈസിന്റെ സംസാരത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കന്യാല മൗലിയും അതുപോലെ തന്നെ തൃപ്പനിച്ച് മൂപ്പരൊക്കെ ക്യൂ നിൽക്കുകയായിരുന്നു. അപ്പൊ ആ രണ്ട് മഹാന്മാരും ആ മയ്യിത്ത് കാണാൻ വേണ്ടി ക്യൂ നിന്നു എന്ന് പറയുമ്പോൾ ആ മരിച്ചയാളുടെ മഹത്വം എത്രമാത്രമാണ്, അതല്ലേ ചിന്തിക്കേണ്ടതില്ലേ. കന്യാല മൗലി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കന്യാല മൗല എന്നൊക്കെ പറഞ്ഞാല് ബഹുമാനപ്പെട്ട MT ഉസ്താദൊക്കെ അദ്ദേഹവുമായി എപ്പോഴും ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് മുരീദാണെന്ന് എനിക്കറിയില്ല. MT അബ്ദുള്ള മുസ്ലിയാർ, പട്ടിക്കാട് ജാമിഅ നൂരിയയിലത്തെ ഉസ്താദ്, ഞങ്ങളുടെ ഉസ്താദായ ഞങ്ങളുടെ MT ദാരിമിന്റെ വാപ്പ, അദ്ദേഹത്തെ കന്യാല മൗലയുമായി എപ്പോഴും ബന്ധപ്പെട്ടിരുന്നു, അതെനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കന്യാല മൗലൊക്കെ ക്യൂ നിൽക്കുകയാണ് നാട്ടികന്റെ മയ്യിത്ത് കാണാൻ വേണ്ടി. അതുപോലെ തൃപ്പനച്ച് മൂപ്പര് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കാണുമ്പോഴത്തിന് ഓടി മറയുന്ന ആള് അല്ലേ. സകല ജനങ്ങളും അംഗീകരിച്ചൊരു വ്യക്തിയാണ്, മഹാനാണ്. അദ്ദേഹമൊക്കെ ആ ക്യൂ നിൽക്കുകയായിരുന്നു. അതെനിക്ക് ഇന്നലെ കിട്ടിയൊരു പുതിയ വിവരമാണ് കേട്ടോ, അത് ഇന്നലെ കിട്ടിയൊരു പുതിയ വിവരമാണ്. അപ്പൊ അതാണ് അത്രയും വിഷയം, ആ മഹാന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഏതായാലും അവരുടെയൊക്കെ ദർജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു തആല അവരുടെയൊക്കെ കൂടെ നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ജിവാറിലായി ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ. ചോദ്യങ്ങൾ ആദ്യം വായിക്കാൻ പറ്റിയില്ല, വേറെ കുറച്ച് തിരക്കിലായിരുന്നു. അത് കാരണം കുറെ വായിച്ചിട്ടപ്പോ ഇത് ഇനി എന്തൊക്കെ വായിക്കാൻ പറ്റുന്നതാണോ ഇല്ലെന്ന് അറിയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇപ്പോ UAE 9:30, ഇപ്പോൾ UAE 9:30 AM. ഇപ്പോഴും മുടിയെ കുറിച്ചുള്ള റെക്കോർഡ് ആണ് ഓടുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ രാവിലൊക്കെ തന്നെ എന്നല്ല നമ്മൾ തീരുമാനിച്ചിരുന്നു, റെക്കോർഡ് പ്ലേ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ഫോറം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ ശേഷം അച്ചൂർ ഫൈസിയുടെ ക്ലാസ് വരെ
US സമയം 11 മണിക്കാണ് ട്യൂബേഴ്സിന്റെ ക്ലാസ് ഉണ്ടാകുക. അതുവരെ നമ്മൾ നല്ല വയലിന്റെ സീഡികളൊക്കെയാണ് പ്ലേ ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനം മുമ്പ് എടുത്തിരുന്നു. അത് നമ്മുടെ പ്ലേ ചെയ്യുന്ന ആളുകളൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. കട്ടുണ്ട്? ഞാൻ സംസാരിക്കുമ്പോ കട്ടുണ്ട്? എന്താ കട്ടുണ്ടാകുന്ന കാരണമുണ്ടോ? കട്ടിയില്ല, അതുകൊട്ടെ. കട്ട് ഇനി അവനെ ഒന്നുകൂടി സ്പീഡ് നോക്കട്ടെ. പിന്നെ നോ കട്ട്. അപ്പൊ റെക്കോർഡ് പ്ലേ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഞാനിപ്പോ രാവിലെ ഒന്ന് കിടന്നുറങ്ങിയായിരുന്നു. ഞാൻ ഒരു 9 മണിക്കൊക്കെ ഞാൻ ഉറങ്ങിക്കണ്. പിന്നെ ഒരു ളുഹറിന്റെ മുമ്പ് ആയിട്ടൊക്കെയാണ് എഴുന്നേറ്റ്. അതുകൊണ്ട് പിന്നെ എന്താണ് ആ സമയത്ത് പ്ലേ ചെയ്തതെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ശരി, വളരെ പ്ലേ ചെയ്യുന്ന ആളുകൾ കേൾക്കണം എന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, ഇനി മറ്റാരും പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ അവരെ അറിയിക്കുകയും വേണം. ആ വിഷയം ഇത് അറിയാതെ, ഈ തീരുമാനം അറിയാതെ ആരും വേറെ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് അറിയിക്കും വേണം. എന്നെ കേൾക്കുന്ന ആളുകളൊക്കെ ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് അറിയിക്കണം. ആ സമയത്ത് നമ്മൾ രാവിലെ സമയം സ്ത്രീകൾ, നമ്മളൊക്കെ ജോലിക്കാരൊക്കെ ജോലിക്ക് പോയ സമയത്തും വീട്ടിൽ സ്ത്രീകളൊക്കെ ഉണ്ടാകുക. ആ സ്ത്രീകൾക്ക് തന്നെ അവരൊറ്റക്ക് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെടുത്തുന്ന, അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിക്കുന്ന രീതിയിലുള്ള വാതൊക്കെ കേട്ട് കേൾക്കുകയാണെങ്കിൽ അതുകൊണ്ട് അവർക്ക് വലിയ ഉപകാരം കിട്ടും. മുടിയൊക്കെ ഇപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. മുടി തട്ടിപ്പിന്റെ അതിന്റെ ഫുൾ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ആ വ്യാജ സനതും അതൊക്കെ ഇപ്പൊ എല്ലാ പെണ്ണുങ്ങൾക്ക് അടക്കം അറിയാം. അപ്പൊ അത് അപ്പൊ രാവിലെ സമയത്തൊക്കെ പ്ലേ ചെയ്യേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന, മരണത്തെ കുറിച്ച് ആലോചിപ്പിക്കുന്ന, ഖബറിലെ ശിക്ഷയെ കുറിച്ച്, ഖബറിലെ കിടത്തത്തെ കുറിച്ചൊക്കെ ചിന്തിപ്പിക്കുന്ന, മഹ്ശറയിലെ ഹിസാബിനെ കുറിച്ചും മീസാനെ കുറിച്ചും സിറാത്തിനെ കുറിച്ചും നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും ഒക്കെ വിവരിക്കുന്ന നല്ല വഅളുകൾ. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ കടമകൾ, മാതാപിതാക്കൾ തമ്മിലെ കടമകൾ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സന്താന പരിപാലനം പോലെയുള്ള വിഷയങ്ങളൊക്കെ പ്രസംഗിച്ച ധാരാളം പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൾ റസാഖ് ദാരിമി, മുസ്തഫ ഹുദൈബി ആക്കോട് അല്ലേ, പിന്നെ ആരൊക്കെയാണ്? ഇങ്ങനെ എല്ലാവരും കുറെ കിട്ടാ. ഞാനിപ്പോ കുറച്ചാളുകളെ, നമ്മുടെ സലാഹുദ്ദീൻ ഫൈലി, മറ്റേ വല്ലപ്പുഴ, ഇങ്ങനെ കുറെ കീച്ചേരിയിലെ അങ്ങനെയല്ലോ, അബ്ദുൽ ഗഫൂർ മൗലവി കീച്ചേരി എന്നല്ല പറയാം. കാസർഗോഡ് ജില്ലയിലുള്ള ഒരു നല്ല ഒരു അസർ നൽകുന്ന ഒരു വാഴാണ് അതൊക്കെ. അപ്പൊ അത്തരം ഞാൻ കുറച്ചാളുകളെ പേര് പറഞ്ഞുള്ളൂ. അതുപോലെയുള്ള നല്ല നല്ല വാഴുകളുടെ പിന്നെ സീഡികളാണ് ആ സമയത്ത് പ്ലേ ചെയ്യേണ്ടത് എന്ന് അത് സംബന്ധമായി എന്നെ കേൾക്കുന്ന ആളുകളെ ഞാൻ ഇപ്പോഴും അറിയിക്കുകയാണ്. ഈ പി അങ്ങനെ വന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെന്താണ്, രാവിലെ ഫുൾ ടൈം മുടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ മറ്റുള്ളതൊന്നും പഠിക്കുകയും കേൾക്കുകയും വേണ്ടേ? രാവിലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന റെക്കോർഡ് എന്തെങ്കിലും വെച്ചുകൂടെ എന്നാണ്. നല്ല നിർദ്ദേശമാണ്. അത് നമ്മൾ തീരുമാനിച്ചതുമാണ്. അത് നമ്മൾ റെക്കോർഡ് പ്ലേ ചെയ്യുന്ന ആളുകളൊക്കെ അറിയിച്ചതുമാണ്. പക്ഷെ അവർ ചിലപ്പോ ഇന്ന് ആ റെക്കോർഡ് ചെയ്തത് ആദ്യം കേൾക്കാത്ത ആരെങ്കിലും ആയിരിക്കും, അത് ആ തീരുമാനം അറിയാത്ത ആരെങ്കിലും പ്ലേ ചെയ്തതായിരിക്കും. അപ്പൊ ഇനി നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ എന്നും മുടിയെ കുറിച്ചുള്ള ലൈവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ രാവിലെയെങ്കിലും നല്ല പ്രസംഗം എന്തെങ്കിലും വെച്ചാൽ നന്നായിരുന്നു. ആയിക്കോട്ടെ. വേറെ നമ്മുടെ ക്ലാസ് റൂമിന്റെ വളരെ പ്രധാനപ്പെട്ട ആളെ പേര് പറയാനുള്ള തൃപ്തിയുണ്ടോന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പേര് പറയുന്നില്ല. എനിക്ക് ജോലി സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ തീർത്തു കൊടുക്കട്ടെ. ജോലി സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി ജോലിയിൽ റാഹത്തും സന്തോഷവും അതിൽ ഖൈറും ബർക്കത്തും എല്ലാം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദ്, ഇൽമു പഠിക്കലാണല്ലോ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത്. മതപ്രഭാഷണം കേൾക്കുന്നത് ഇൽമു പഠിക്കുന്നതിൽ പെടുമോ? വിശദീകരിച്ചാലും. മതപ്രഭാഷണം കേൾക്കൽ ഇൽമു പഠിക്കൽ തന്നെയല്ലോ.
മതപ്രഭാഷണം കേൾക്കലും ഇൽമു പഠിക്കലും തന്നെയാണ്. അപ്പൊ ഇൽമു പഠിക്കുന്ന ആ ഇനത്തിൽ പെടുന്ന തന്നെയാണ് മതപ്രഭാഷണം കേൾക്കലും. ഖബറിൽ ആരും ഉണ്ടാവില്ല സഹോദര. പഠിച്ചോണ്ട് ദൂർക്ക പോണാവോ നോക്കല്ലേ. ഖബറിൽ ആരും ഉണ്ടാവില്ല സഹോദര. അല്ല, അതിന് മുമ്പ് വേറുണ്ടല്ലോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഒരു കൂട്ടുകാരൻ KICR റേഡിയോ ശ്രോതാവും ആയ അബ്ദുസലാം ഫൈസി ഒരാൾക്ക് സുഖമില്ല. ഉസ്താദ് മൈക്കിൽ വരുമ്പോൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അള്ളാഹുവിന്റെ എല്ലാ ഇഷ്ടദാസന്മാരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ശ്ഫിഹി ശിഫാഅൻ തഅമൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖബറിൽ ആരും ഉണ്ടാവില്ല സഹോദര. ആവേശത്തിന് വേണ്ടി താങ്കൾക്കു പലതും പറയാൻ ആവേശം കെട്ടടങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. നമുക്ക് അള്ളാഹുവിന്റെ തിരുദൂതൻ കാണിച്ചതേ നമുക്ക് മദ്രിക്കുകയുള്ളൂ. എന്താണോ ഒരു നാരിയ സലാത്ത്. ശരി പടച്ചവന്റെ ഒരു നാരിയ സലാത്തും മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല സഹോദര. സഹാബത്തും കാണിച്ചു തന്നിട്ടില്ല. ഇബ്രാഹിമിയ സലാത്ത് മാത്രമാണ് അവിടുന്ന് സഹാബികൾക്ക് പഠിപ്പിച്ചത്. അതാണ് മുസ്ലിമിന്റെ സലാത്ത്. ബാക്കിയെല്ലാം ജൂതന്മാരുടെ വേലകളാണ്. എന്തൊരു പൊട്ടപ്പോയത്താ പതിലെ, വല്ലാത്തൊരു പൊട്ടപ്പോയത്താണല്ലോ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് മാത്രമാണ്. വേറൊക്കെ ജൂതന്മാരുടെ. എന്റെ പേര് അല്ലെ ഫലം യുസല്ലി അലയ്യ, എന്റെ പേരാരും കേട്ട് എന്നിട്ട് അവനാണ് എന്റെ മേൽ സലാത്ത് ചെല്ലുന്നില്ല. എന്നാൽ അവൻ ആരാണ്? അവൻ മനുഷ്യന്മാരുടെ വെച്ച് ഏറ്റവും വലിയ ബഖീലാണ്. അവന്റെ മേൽ അള്ളാഹുവിന്റെ ലാനത്തുണ്ടായിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ ഈ റസൂലുള്ളാഹിന്റെ പേര് കേട്ട സലാത്ത് ചെല്ലാത്തവരെ ആക്ഷേപിച്ചു കൊണ്ടുള്ള ഹദീസൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഒരാൾ റസൂലുള്ളാഹിന്റെ പേര് ഇങ്ങനെ കേട്ടു, അപ്പൊ ഒക്കെ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ റസൂലുള്ളാഹി എന്ന് പറഞ്ഞല്ലേ, അപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ് എന്നറിയാം അല്ലേ? അപ്പോ ഒരു മൂലയിൽ വാദം വരുമ്പോ എന്ത് ചെയ്യാ? ബഹുമാനപ്പെട്ട നബി എന്ന് പറയാപ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. എന്താണ് ആ ഇബ്രാഹിം സലാത്തില്ല? നല്ല രസം ഉണ്ടാവില്ല അല്ലെ? ഈ വക പോയത്തേറ്റൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സലാത്ത് ആകെ അതാണുള്ളത് അല്ലേ? ഇബ്രാഹിം സലാത്ത് മാത്രമാണ്. അപ്പൊ ആ സലാത്ത് ചെല്ലെങ്കിലല്ലേ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നുള്ളത് പിന്നെ ശരിയാവുള്ളൂ അല്ലേ? റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോഴൊക്കെ ആണെങ്കിലോ സലാത്ത് ചെല്ലും വേണം. ആ സലാത്താണെങ്കിലോ റസൂൽ പഠിപ്പിച്ച ഇബ്രാഹിമിന്റെ സലാത്താണ്. ആ ഇബ്രാഹിമിന്റെ സലാത്ത് ചെല്ലും വേണം. എന്തൊരു കഷ്ടം, എന്തൊരു പൊട്ടപ്പോയത്തുള്ളതില്ലേ എല്ലാത്തവരുടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അങ്ങനൊന്നുമില്ല. സലാത്ത് ആവണം, അത്രേ ഉള്ളൂ. സലാത്ത് ആവണം, സലാം ആവണം. അതിന്റെ രൂപം എന്തായാലും വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സലാത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സലാത്ത് മാത്രമേ ചെല്ലാൻ പറ്റൂ എന്നില്ല. അതിന് ഏറ്റവും വലിയ മറുപടിയാണ് ബഹുമാനപ്പെട്ട സലഫുസ് സാലിഹീങ്ങളൊക്കെ ഉണ്ടാക്കിയ കിതാബുകൾ. ആ കിതാബുകളിലൊക്കെ സലാത്ത് ഏതെങ്കിലും ഒരു കിതാബിൽ ഇല്ലാന്ന് പറയാൻ പറ്റുക അല്ലെ? ഏതായാലും ശരി, ബഹുഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ പോരാ, 99% അധികം മുസന്നിഫീങ്ങളും ഉണ്ടാക്കിയ
കിതാബുകളുടെ ആദ്യത്തിലുള്ള സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് അല്ല, വേറെന്തെങ്കിലും സലാത്തായിരിക്കും. അപ്പൊ സലാത്ത് ഏതും ആവാം, ഏത് സലാത്തും ആവാം. നമുക്ക് വേണ്ടി സലാത്തൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു സലാത്ത് ഉണ്ടാക്കാല്ലേ? മനുഷ്യവംശത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച, സ്ത്രീ സമൂഹത്തെ എന്താണ് പറയാ, അടിച്ചമർത്തുന്ന അവസ്ഥയിൽ നിന്ന് ഔന്നിത്യത്തിലേക്ക് ഉയർത്തിയ, അടിമകളെ മോചിപ്പിച്ച, ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായ, റഹ്മത്തുൽ ആലമീനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തും സലാമും വർഷിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞൂടെ നമുക്ക്? ഇതിപ്പോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വാക്ക് ഇതിപ്പോ റസൂലുള്ളാഹി ഇബ്രാഹിമിയ സലാത്തല്ലല്ലോ, ഇത് ഇബ്രാഹിമിയ സലാത്തല്ല. അപ്പൊ സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ഉണ്ടായിരിക്കട്ടെ. ഇത് ഒരാൾ പറഞ്ഞാൽ അത് ഇബ്രാഹിമിയ സലാത്ത് മാത്രമേ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളൂ, അതിന് റസൂലുള്ളാഹി പഠിപ്പിച്ചതിന് എതിരാണ്, ഇതൊക്കെ ജൂതന്മാർ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞത് വല്ലാത്തൊരു, എന്തതിനെ കുറിച്ചൊക്കെ പറയാൻ, അതൊക്കെ ഒരു തരം പൊട്ടപ്പോയെന്നൊക്കെ അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനൊന്നുമില്ല. ഇപ്പൊ ആ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തില്ല എന്നുള്ളത്. പിന്നെ നബി എന്നാണ്ട് പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ മുമ്പ് എഴുതിക്കുന്നത്, ഇബ്രാഹിം സലാത്തല്ലേ പിന്നെ ശേഷം എഴുതിയിട്ടുള്ളത്. എന്തൊരു കഷ്ടല്ലേ, പൊട്ടപ്പോയത്വം. പ്രസവിച്ച് ഒരു മാസത്തിനകം മരണപ്പെട്ട ആൺകുട്ടിയെ മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ സുന്നത്ത് ചെയ്തിട്ടില്ലല്ലോ, അതിനു വേണ്ടി തേമം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്, തേമം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന്റെ തൊലി സുന്നത്ത് ചെയ്യാൻ പറയാം, സുന്നത്ത് ചെയ്യാൻ പറയാം ഉണ്ടോ? പ്രായമുണ്ടോ? പ്രായമില്ല, പക്ഷെ പിന്നെ സുന്നത്ത് ഒരു മാസത്തിന് മുമ്പൊക്കെ സുന്നത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം, അതിന് പ്രായമൊന്നുമില്ല. പക്ഷെ അതല്ല പറഞ്ഞത്. ഇനി കുട്ടിക്ക് എത്ര പ്രായമായാലും വേണ്ടില്ല, ആ കുട്ടിയുടെ പുൽസയുടെ താഴ്ഭാഗം, ആ ലിംഗത്തിന്റെ താഴ്ഭാഗത്തുള്ള ആ ഭാഗത്തേക്ക് വെള്ളം ചേർക്കണം, അത് നിർബന്ധമാണ്. മയ്യിത്ത് കുളിക്കുമ്പോഴും ജനാബത്ത് കുളിക്കുമ്പോഴൊക്കെ എന്ത് വേണം? ഈ ലിംഗം തുണി അതിന്റെ തൊലി നീക്കം ചെയ്തിട്ടില്ല, ജലാക്രമണം ആ തൊലി നീക്കം ചെയ്തിട്ടില്ല, ചെയ്യാത്ത ആളാണ്. അപ്പൊ അയാളുടെ ഹഷ്ഫയുടെ ഭാഗത്തേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധമാണ്. ഇനി ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പിന്നെ നീക്കം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നീക്കം ചെയ്തിട്ടില്ല. സുന്നത്ത് കല്യാണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടാവില്ല, നീക്കം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അത് ആ തൊലി അങ്ങോട്ട് കയറ്റിട്ട് അവിടെ വെള്ളം ചേർക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ തേമം ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അതാണ് കയറ്റിയാൽ കയറൂല, കയറ്റിട്ട് വെള്ളം ചേർക്കാൻ സാധിക്കൂല നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ വെള്ളം ചേരാത്തതിന്റെ പേരിൽ തേമം ചെയ്യണം, അത് നിർബന്ധമാണ്. തേമം ചെയ്യേണ്ടത് അവിടെ മണ്ണ് വെച്ച് പറ്റലല്ല, തേമം ചെയ്യേണ്ടത് മുഖത്തും കൈമ തന്നെയാണ് മണ്ണ് ചേർക്കേണ്ടത്. പിന്നെന്താണ്? ഇബാദത്തിന് തടസ്സമാകുന്ന ഇൽമും തടസ്സമാകുന്ന ഇബാദത്തും, ഇബാദത്തിന് തടസ്സമാകുന്ന ഇബാദത്തിന് തടസ്സമാകുന്ന ഇൽമ എന്താണ്? ഇബാദത്തിന് ഇൽമിന് ഫർള് ഐനായ കാര്യങ്ങൾ ചെയ്യാന്, നിർബന്ധമായ കാര്യങ്ങളാണ് ഒരാള്. അത് ഇൽമു പഠിക്കാൻ തടസ്സപ്പെടാന് ഫർള് നിസ്കാരം ഉണ്ടല്ലോ, ഫർള് നിസ്കാരം നിസ്കരിക്കാനുള്ളത് നിർബന്ധമാണ്. അത് ചെയ്യാൻ ഇൽമു തടസ്സമാകാൻ അവിടെ ഇൽമു പഠിക്കല്ലേ വേണ്ടത്. അതൊക്കെ ആ സാഹചര്യം അനുസരിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ പിന്നെന്താണ്? ഉസ്താദെ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് അറിയിക്കുക. സഹവിന്റെ സുജൂദ് എന്നല്ല പറയട്ടെ. സഹവിന്റെ സുജൂദ് എന്ന് പറഞ്ഞാലേ, സഹവിന്റെ സുജൂദ് വീട്ട സുജൂദ്, ആ നിസ്കാരത്തില് എന്തൊരു കാര്യം മറക്കുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഒരു സിയാദത്ത് സംഭവിക്കുകയോ അങ്ങനെയൊക്കെ ഒരു അധികം അഭ്യാസപ്പെട്ട ഒരു കാര്യം ഉപേക്ഷിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യുന്ന സുജൂദ് ഉണ്ടല്ലോ, അതിനാണ് സഹവിന്റെ സുജൂദ്. തിലാവത്തിന്റെ സുജൂദ്, ഓത്തിന്റെ സുജൂദ് എന്നാണ്. അത് ഖുർആനിൽ 14 സ്ഥലത്തില് ആ ഭാഗത്ത് പ്രത്യേകമായ അടയാളം ഉണ്ടാവും.
അപ്പൊ അവിടെ തിരുന്നെങ്കിൽ ഒരു സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. പിന്നെ ഉസ്താദെ, ആലപ്പുഴയിൽ സലീം ഫൈസി ഇർഫാനിയും MT അബൂബക്കർ ദാരിമിയും മുഖാമുഖം തെക്കൻ ജില്ലയിൽ ആദ്യമായാണ് എന്നതോടൊപ്പം KICR പ്രത്യേകം പറയണം. മൂലം ആ മുഖാമുഖം മൂലം സംബന്ധിച്ച് തെറ്റിദ്ധരിച്ച പല ആളുകൾക്കും ആ തെറ്റിദ്ധാരണ ഒക്കെ മാറാൻ അത് സഹായകമാവട്ടെ. ഉസ്താദ് ഒന്ന് വിവരിക്കാമോ? ഏതാണ് വസ്ത്രത്തിലായാൽ കുഴപ്പമില്ല, മനി വസ്ത്രത്തിലായ കുഴപ്പമില്ല. കാരണം എന്താ, ഇന്ദ്രിയ നജസല്ല, അത് വസ്ത്രത്തിൽ കൊണ്ട് സ്ഥാപിക്കാം. അതുകൊണ്ട് നേരെ മറിച്ച് മനിയല്ല, വദിയും മതിയൊക്കെ ഉണ്ട്, അത് നജസാണ്. അത് മൂത്രം നജസാണല്ലോ. അതുപോലെ തന്നെ വദിയും അതുപോലെ തന്നെ മതിയൊക്കെ ഉണ്ട്, അതൊക്കെ നജസാണ്. മനി നജസല്ല. അപ്പൊ വദിയൊക്കെ വസ്ത്രത്തിലായാൽ വസ്ത്രവുമായി റബീഉൽ അവ്വലായി ബന്ധപ്പെട്ടു ചോദ്യം വരാൻ സമയം ആയി. മത്സരം മനസ്സിലായിട്ട് ഈ PM മനസ്സിലായിട്ട് സാറ് വേറെ പിന്നെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതെ, വരുന്നത് ഏതാണ്, അത് നജസാണോ? അറിയാതെ വരുന്നത് മനിയ പുറപ്പെടുകയാണെങ്കിൽ അത് എങ്ങനെയാണ് അറിയാ? അത് പുറപ്പെടുന്ന സമയം അതുപോലെ തന്നെ അത് ഇങ്ങനെ തെറിച്ചാണ് പുറപ്പെടുക. അത് ഗോതമ്പമാവ് കുഴച്ചുണ്ടാവുമല്ലോ, അതിന്റെ വാസന ഉണ്ടാവും ചിലപ്പോ. അതല്ലെങ്കിൽ കോഴിമുട്ട വെള്ളം, അത് നജസല്ല. മറ്റേ സമയം അതേ സമയത്ത് ഈ അറിയാതെ പുറപ്പെടുന്നുണ്ട് അല്ലേ, അത് ഏതാണ്? മനിയാണ്. അത് സ്വയമായാൽ അത് ആ വസ്ത്രവുമായി നിസ്കരിക്കാൻ പറ്റുകയില്ല. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് ഇനി കുറെ ഉണ്ട്, അതൊക്കെ വായിച്ചെടുക്കാനൊക്കെ കുറെ ബുദ്ധിമുട്ടാണ് ഇൻഷാ അല്ലാഹ്. കാരണം ആദ്യമൊന്നും വായിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല. ചിലത് വായിച്ചാല് കുറെ നമുക്ക് അറിയാം. ഉസ്താദെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കിടത്തത്തിന്റെ മര്യാദകൾ ഒന്ന് പറയുമോ? ഇത് ഇങ്ങനെ പറഞ്ഞത്, കിടത്തത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എങ്ങനെയാണ് കിടക്കേണ്ടത്? ഖിബലയിലേക്ക് കാൽ നീട്ടിയാണോ കിടക്കേണ്ടത്? പള്ളിയിലും ശരി. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മറുപടി പറഞ്ഞിരുന്നല്ലേ, ഇപ്പൊ വരാനുണ്ടല്ലോ, ആളുണ്ടല്ലോ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉളുവൊക്കെ ചെയ്യുക. അതിന്റെ കിടത്തത്തിന്റെ മരുന്നൊക്കെ എടുത്ത് അല്ലേ, ഉളുവൊക്കെ ശരി എടുത്ത് ആ കിടക്കാനുള്ള സ്ഥലത്ത് പോയി ഇരുന്ന് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതുക. എന്നിട്ട് കയ്യിലേക്ക് ഊതുക, അവന്റെ കയ്യിലേക്ക് ഊതുക, ഒന്ന് പിന്നെ തടവുക. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം ചെല്ലുക. അത് സുബ്ഹി ഓതുക, അത് സുന്നത്താണ്. ആയത്തുൽ കുർസി കിടക്കാനായിട്ട് ഓതിയിട്ടുണ്ടെങ്കിൽ അവന്റെ ആ വീട്ടിലും അവന്റെ അയൽവാസികളോടൊന്നും ശൈത്താന്റെ ശല്യം ഉണ്ട്. അപ്പൊ അത് ആയത്തുൽ കുർസിയൊക്കെ ഓതുക. പിന്നെ ബിസ്മിക റബ്ബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ബിഹി ഇബാദക സ്വാലിഹീൻ എന്നോ, അതല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനാ വസഖാനാ വകഫറനാഹു വലമുവിയ എന്നോ, അല്ലെങ്കിൽ അതുപോലെയുള്ള കുറെ ദിക്റുകൾ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ദിക്റ് ചൊല്ലുക. എന്നിട്ട് എന്ത് ചെയ്യുക? വലയിലേക്ക് മുന്നിട്ട് മേൽ ചെരിഞ്ഞു പോവുക. വലഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കാൻ ഇടഭാഗം മുകളിലുമായിട്ട് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുക. പിന്നെ ഖിബലയിലേക്ക് മുന്നിട്ട് കൊണ്ട്, അതായത് കാലും വെച്ചുകൊണ്ട്. അങ്ങനെ പറയാൻ പറ്റൂല. പണ്ടത്തുള്ള ആളുകളാണ് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഞാനീ പറഞ്ഞത്. ഇന്ത്യക്കാരായ നമ്മളൊക്കെ, അതായത് പടിഞ്ഞാറ് ഭാഗം കേൾക്കുന്ന കൂട്ടരുണ്ടല്ലോ, അവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പൊ ഏതാനും നമ്മുടെ വലഭാഗം ഉണ്ടല്ലോ, വലഭാഗം ഇടഭാഗം ആകാശത്തിന്റെ ഭാഗത്തായി അങ്ങനെ ചെരിഞ്ഞു കിടക്കുക എന്നർത്ഥം. നമ്മുടെ ഖിബലയിലേക്ക് മുന്നിട്ട് ചെയ്യണം. അതല്ലെങ്കിൽ മറ്റൊരു രൂപം ഉണ്ട്, എന്ത് ചെയ്യുക? പിന്നെ മലർന്ന് കിടക്കുക, ഖിബലയിലേക്ക് കാല് നീട്ടിക്കൊണ്ട്, ഖിബല ഭാഗത്തേക്ക് കാല് നീട്ടിക്കൊണ്ട്, ഖിബലിന്റെ ഭാഗത്തേക്ക് കാല് നീട്ടിക്കൊണ്ട്, കിഴക്കോട്ട് തല വെച്ചുകൊണ്ട്, തലയുടെ അവന്റെ തല ഉണ്ടല്ലോ, തല കുറച്ച് ഉയർത്തിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോ ഈ മുഖം
അപ്പൊ ആ രീതിയിൽ മലർന്നു കിടക്കുക. ഈ രണ്ടാഴത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കുക, ഇടഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കുക, കിബിലയിലേക്ക് മുന്നിട്ട് തന്നെ. അത് അപ്പൊ തല തെക്കോട്ടും കാല് വടക്കോട്ടും ആയിരിക്കും. അങ്ങനെ ആദ്യം പറഞ്ഞ ഏറ്റവും നല്ലത്, പിന്നെ പറഞ്ഞതാണ് അത് ഏറ്റവും നല്ലത്, മൂന്നാമത് പറഞ്ഞത് ഈ രീതിയിൽ കിടക്കുക. കിടക്കുന്ന സമയത്ത് ഖബറിൽ കിടക്കുന്ന ആ രംഗണ്ടത് അതിങ്ങനെ ചിന്തിക്കും, പടച്ചോനെ ഇതേമാതിരി ഇപ്പൊ ഞാൻ നാളെ ഖബറിൽ കിടക്കേണ്ടവനാണല്ലോ എന്നൊരു ചിന്ത അവനിങ്ങനെ ഉണ്ടാവുക. അവന്റെ നഫ്സ് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഇസ്തിഗ്ഫാർ നടത്തുക, അങ്ങനെ അള്ളാഹിനെ ഓർത്തുകൊണ്ട് അങ്ങനെ കിടക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ അവസാനത്തെ വാക്കിൽ ആ ഉറക്കത്തിലാണ് കിടന്ന് മരിക്കും ചെയ്തു നോക്കുക. എന്നാലും അതിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഉറക്കിന്റെ മര്യാദയിൽപ്പെട്ടതാണ്. പള്ളിയിലും ഹറമിലൊക്കെ അതേ വിഷയം തന്നെ, ഇങ്ങനെ തന്നെയാണ്. അത് ഖിബലയെ നിന്ദിക്കലല്ല, അത് ഖിബലയെ ബഹുമാനിക്കലാണ്. ഖിബലയിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന രൂപമാണത്. പിന്നെ ഉളുവിന്റെ നിയത്ത് വെച്ചാൽ ഉളു കിട്ടുമോ? ഇല്ല. ഷവറിന് കുളിക്കുമ്പോ എന്ത് ചെയ്യാ? ഉളുവിന്റെ നിയത്താണ്, മുങ്ങിക്കുളിക്കാണ്. വലബി നൊഹമസ മുഹദ്ദസല്ലേ, ഉളുവില്ലാത്ത ഒരാൾ ഉളുവിന്റെ നിയത്തോടു കൂടി മുങ്ങിക്കുളിക്കുക, എന്നാ ഉളു കിട്ടും. എന്നാൽ അതുകൊണ്ട് അവന് ഉളു ലഭിക്കും. ഷവറിനൊക്കെ കുളിക്കാണ്, അപ്പോ അങ്ങനെ ശരിയാവൂല. ആ ഉളു സഹിയാണ്. എന്ത് വേണം? ഇങ്ങനെ അവന്റെ ശരീരത്തിൽ വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ്. അങ്ങനെ മുഖം നനഞ്ഞ്, ആ മുഖം നനയുന്ന സമയത്ത് അവൻ നിയത്ത് വെച്ചു. തല ശരീരമാകെ നനഞ്ഞല്ലോ എന്നുള്ളത് കൊണ്ട് ഒന്ന് കുളിക്കുമ്പോഴും ഒന്നും, നേരെ മറിച്ച് മുങ്ങി കുളിക്കുമ്പോൾ അത് ലഭിക്കുകയും ചെയ്യും. തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ പറയുക. അത് സുന്നത്താണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങള് ഈ പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യമല്ല 4 പ്രാവശ്യം തിലാവത്തിന്റെ സുജൂദ് ആൾക്ക് അത് തിലാവത്തിന് സുജൂദ് ചെയ്യാൻ പറ്റില്ല നിൽക്കുക. എന്നാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് സുന്നത്തുണ്ട്. വീട്ടിൽ മയ്യിത്ത് എങ്ങനെയാണ് കിടത്തേണ്ടത്? വീട്ടിൽ മയ്യിത്ത് കിടത്തേണ്ടത് ഞാൻ പറഞ്ഞ ഈ രൂപത്തിൽ തന്നെയാണ്. വീട്ടിൽ വലഭാഗത്തിന്റെ മേൽ ചെരിച്ചുകൊണ്ട് ഇടഭാഗം മുകളിലേക്ക് ആക്കിക്കൊണ്ട് ഖിബ്ലയിലേക്ക് മുന്നിട്ട് ചെരിച്ചു കിടത്തും. പിന്നെ മലർത്തി കിടത്തുമ്പോൾ പിന്നെ അവന്റെ ഉയരം വെച്ച് കൊടുക്കുക. അങ്ങനെ മുഖം ഇങ്ങനെ ഖിബ്ലയുടെ ഭാഗത്ത്, തല ശരിക്കൈ തന്റെ താഴ്ഭാഗത്ത് നല്ലൊരു ഉയരം വെച്ച് കൊടുക്കുക അല്ലേ. അവന്റെ മുഖം ഖിബ്ലയുടെ ഭാഗത്തായിട്ട് ആയിട്ട് ഇങ്ങനെ കിടക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ മലർത്തി കിടത്തുക. അതാ ആ രൂപമാണ് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ മഷൂറായ രൂപം. എന്ന് മാത്രമല്ല കിതാബുകളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ആ അധികം ആളുകൾ ഇതനുസരിച്ചാ ചെയ്യണത് എന്ന് പറഞ്ഞിട്ടുണ്ട് കിതാബിലൊക്കെ. പിന്നെ ഇനിയെന്താണ്? ഇനി ബാക്കിയുള്ള ചോദ്യമൊക്കെ പിന്നീട്. പിന്നെ ഉസ്താദ് സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇന്റെ സ്വഭാവം നന്നാവാൻ വേണ്ട ദുആ ചെയ്യല്ലേ, കണ്ട പ്രായം ഒക്കെ ആയിട്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരുടെയും സ്വഭാവം നന്നാക്കി തരട്ടെ. അല്ലാഹുമ്മ പിന്നെ എന്താണ് ഖൽഖനാണല്ലോ, നമ്മുടെ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഭംഗിയാക്കി തന്നിട്ടുണ്ട് നമ്മുടെ അല്ലേ. നല്ല ഭംഗിയുണ്ട് നമ്മുടെ ശരീരം. അങ്ങനെ നമ്മുടെ ഈ ശരീരത്തിന് നൽകിയ ഭംഗിയുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ശരീരവും. ഇത് നമ്മളെപ്പോൾ ദുആ ചെയ്യുക. പിന്നെ എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്ർ നിസ്കരിക്കുന്ന അതേ പിന്നെ നിസ്കാരത്തിന് ളുഹർ നിസ്കരിക്കുന്ന ആളെ പിന്തുടർന്നാൽ എങ്ങനെയാണ്? നിസ്കാരം സഹിയാകും, തുടർച്ച സഹിയാകും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അസ്ർ നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട്
ളുഹർ നിസ്കരിക്കുന്ന ആള് അയാളെ അസർ അതായി നിസ്കരിക്കുന്ന ആളോട് തുറന്ന് നിസ്കരിക്കാൻ വിരോധമില്ല. ജമാഅത്തിന്റെ കൂലിയും കിട്ടും. രണ്ടാലൊരു നിസ്കാരം ജമാഅത്ത് ശറഅാക്കപ്പെട്ടതാണ് എങ്കിൽ അവിടെ ജമാഅത്തിന്റെ കൂലിയും ലഭിക്കും എന്ന് നമ്മുടെ അങ്ങനെ ശാഫി മദ്ഹബിലെ ഇമാമികളിൽപ്പെട്ട പല ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പല ഇമാമികളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ളുഹർ നിസ്കരിക്കുന്ന ആൾ തുറന്ന് നിസ്കരിച്ചു, ളുഹർ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ ഫർദ് നിസ്കരിക്കുന്ന ആളെ സുന്നത്ത് നിസ്കരിക്കുന്നവൻ ഒക്കെ തുറന്ന് നിസ്കരിച്ചാലും നിസ്കാരം സഹീഹ്. ഉസ്താദെ, ഇപ്പോൾ യുഎഇയിലാണ്. ഫെബ്രുവരി ലാസ്റ്റ് ക്യാൻസൽ ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്നു. ഉപ്പയെ ബിസിനസ്സിൽ സഹായിക്കാനാണ് ഉദ്ദേശിച്ച ഭാഗത്ത് നിന്നും അനുകൂലമായ തീരുമാനം കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ, സന്തോഷകരമാക്കി തരട്ടെ. നാട്ടിൽ പോയി കൂടാനുള്ള നല്ലൊരു കാര്യം, അത് ഹൈറാണത്. നാട്ടിൽ പോയിട്ടേ ഈ അവനവന്റെ നാട്ടില് പോയി കൂടുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ, ഭംഗിയിലാക്കി തരട്ടെ, ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പല ആളുകളും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യപ്പെട്ട ആളുകളുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ രോഗികൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ അറുമിയാദത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തോട് കൂടില്ല. അതുപോലെ എല്ലാ രോഗികൾക്കും അല്ലാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗ്ഗം കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം. വാലിഹി സ്വഹ്ബി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു കാര്യം അറിയിക്കാനുള്ളത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞതുപോലെ റബീഉൽ അവൽ 1 മുതൽ റബീഉൽ അവൽ നീണ്ടു നിൽക്കുന്ന റബീഉൽ അവൽ ക്യാമ്പയിൻ ഉണ്ട് നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. അതിന് പ്രത്യേകമായ പേരൊക്കെ കണ്ടാവും. അവിടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ട് അവിടെ പരസ്യം കണ്ടിരുന്നു. നൂറുൻ അലാ ക്ലാസ് റൂം റബീഉൽ അവൽ ക്യാമ്പ്. മസ്നവി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ അത് പറയൂ. ഫേസ്ബുക്കിനെ കുറിച്ച് എനിക്ക് അതിനെ പോലെ അറിയില്ല, എങ്ങനെ പറയേണ്ടതും കൂടെ അറിയില്ല അല്ലേ. അതിലുള്ള ആളുകൾക്ക് അതിനെ കുറിച്ച് പറയാൻ വായിക്കാം അല്ലെ. മസ്നവി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ എങ്ങനെയാണ് അത് സന്ദർശിക്കേണ്ടത്, അതെങ്ങനെ നോക്കേണ്ടത്, അതൊക്കെ ചെയ്യേണ്ടത് പോലെ ചെയ്യുക, അത്രമാത്രം എനിക്ക്. പക്ഷെ നൂറുൻ അലാ നൂർ എന്നാണ് ക്ലാസ് റൂം റബീഉൽ അവൽ ക്യാമ്പയിൻ. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ജലീൽ ദാരിമി, MT അബൂബക്കർ ദാരിമി, അബ്ദുൽ ഗഫൂർ അൻവരി, സൽമാൻ അസ്ഹരി, ഷംസുദ്ദീൻ ഫൈളി, അതുപോലെ തന്നെ നമ്മുടെ അച്ചൂർ ഫൈസി, അച്ചൂര് മൊയ്തീൻകുട്ടി ഫൈസി ആട്ടെ, എല്ലാവരും അച്ചൂർ. പിന്നെ ഉള്ള ഉന്നത വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ക്ലാസ്സുകളാണ്. ഘനമേറിയ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുക, ചർച്ച ചെയ്യുക. വിഷയാവതരണത്തിന് ശേഷം എന്ത് ചോദ്യവും ചോദിക്കാൻ തീർത്തിട്ട് പോയാൽ മതി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിന്ന്. അപ്പൊ അത് ആ ചോദ്യം ചോദിക്കുന്നവരെ നമ്മുടെ ആളുകൾ മാത്രമല്ല, മുജാഹിദിലെ മറ്റേ ഏത് ഗ്രൂപ്പുകാരും ആവട്ടെ, ജമാഅത്തുകാരാവട്ടെ, അല്ലെങ്കിൽ ഇനി ഏത് വിഭാഗക്കാരാവട്ടെ, ആർക്കും ചോദ്യം. അപ്പൊ അത് നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ അത് പ്രചരണം നടത്തുക. പിന്നെ നിങ്ങളെല്ലാവരും ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കൊണ്ടും ആ ക്ലാസ്സുകൾ വളരെ സമ്പൂർണമാക്കണം, അത് ധന്യമാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നെ ഇപ്പോൾ ഈ ഹിസ്ട്രി അമീൻ കൊരട്ടിക്കര, ചിലപ്പോൾ നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടത്ര സൗകര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അമീൻ കൊരട്ടിക്കരയുടെ അസൗകര്യങ്ങൾ വിചാരിച്ചമാര് നടക്കാറില്ല. എന്നാലും ശരി, അമീന് സാധിക്കുന്ന രീതിയിലൊക്കെ നടത്തുന്നുണ്ട്. ഇനി കൃത്യമായ സമയത്ത് നടത്താൻ സാധിക്കില്ലെങ്കിൽ മറ്റൊരു സമയത്ത് നടത്തുന്നുണ്ട്. ആ ക്വിസ് പ്രോഗ്രാം നടത്തേണ്ടുന്ന ദിവസം മറ്റു വല്ല പരിപാടികൾ കാരണം ഇവിടെ ലൈവ് മറ്റൊക്കെ ഉണ്ടാണ്. കാരണം ഏതായാലും റബീഉൽ അവൽ, പിന്നെ റബീഉൽ അവലിൽ എല്ലാ ദിവസവും ഒരു ക്വിസ് പ്രോഗ്രാം നല്ലതാണ്. നമ്മുടെ ബിൻ ഹൈദർ ആ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അമീൻ കൊരട്ടിക്കരങ്ങൾ മറ്റു ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് അഷ്റഫ് ബിൻ ഹൈദർ ഉസ്താദ്, പിന്നെ പ്രോഗ്രാം നടത്തും. പിന്നെ അതിന് പുറമെ നമ്മൾ വേറെ വിഷയം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ഈ റബീഉൽ അവൽ ക്യാമ്പയിന്റെ ഭാഗമായി ഒരാഴ്ചയും ഉദ്ദേശിക്കുന്നുണ്ട്, ഒരാഴ്ചയിൽ ഒരിക്കൽ. അതുകൊണ്ടുള്ള ഒരു പിന്നെ ക്വിസ് പ്രോഗ്രാം ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഒരാഴ്ച മുതൽ പിറ്റത്താഴ്ച വരെയൊക്കെ നമ്മൾ നടത്തിയ ക്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ, അതിൽ പരാമർശിച്ച വിഷയത്തിന്
വിഷയങ്ങളെ ഊന്നി നിന്നുകൊണ്ടുള്ള, അത് മാത്രമല്ല അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു ക്വിസ് പ്രോഗ്രാമും ഉദ്ദേശിക്കുന്നുണ്ട്. അതൊന്നും അന്തിമ തീരുമാനം, അതിന് നല്ലൊരു സമ്മാനം പ്രഖ്യാപിക്കണം എന്നൊക്കെ നമ്മുടെ ഉസ്താദുമാർ പെട്ട ചില ആളുകൾക്ക് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. ഏതൊക്കെ രീതിയിലാണ് അത് തീരുമാനിച്ച ശേഷം നിങ്ങളൊക്കെ വിവരം അറിയിക്കുമ്പോൾ അതിലൊക്കെ നിങ്ങൾ സജീവമായി പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നെ ഈ തീരുമാനിക്കാൻ ചില എല്ലാരെയും തീരുമാനിക്കുന്ന എല്ലാവരെയും കൂടി കൂട്ടിയിട്ടൊരു കാര്യം തീരുമാനിക്കാൻ സാധിക്കൂല. കാരണം ഉദാഹരണം പറയണ ഗഫൂർ അൻവരിക്ക് ഒഴിവുണ്ടാകുന്ന ഗഫൂർ അൻവരിക്ക് ഒഴിവുണ്ടാകുമ്പോൾ MT താരിമിക്ക് ഒഴിവുണ്ടാവില്ല, MT താരിമിക്ക് ഒഴിവുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോഴേ. അപ്പൊ ആ സമയത്ത് തന്നെ ഓരോരുത്തരോടും ചോദിക്കേണ്ട, ടെലിഫോൺ ചെയ്തുകൊണ്ടൊക്കെ ചോദിക്കും ഇക്കാനെ പറ്റുന്ന വരുമ്പോ എല്ലാ തീരുമാനം വേറെയൊക്കെ ഉണ്ടാവും. ഇക്കാനൊക്കെ അങ്ങനെയൊക്കെ ഇത് സാധിക്കുള്ളൂ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കൂട്ടാളികൾ നമ്മൾ പലരും പല ഭാഗങ്ങളിലാണ് ഇരിക്കുന്നത്. അതിനൊക്കെ അതുമായൊക്കെ എല്ലാവരും യോജിച്ചു പോവുക, അതാണ് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നെ മൗലിദ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട്. മൗലിദ് എല്ലാ ദിവസവും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. റബീഉൽ അവ്വൽ അവസാനിക്കുന്നവരേക്കും എല്ലാ ദിവസവും സാധാരണ മൗലിദ് ഉണ്ടാവാറുണ്ട്. ഇവിടെ സുബൈന്റെ ശേഷമാണ് മൗലിദ് ഉണ്ടാവാറ്. ഇനി ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഓപ്പൺ ഫോറം കഴിഞ്ഞ ഉടനെ ഒക്കെ ചില ആളുകൾക്ക് രാത്രിയായിരിക്കും, ചില ആളുകൾക്ക് പകലായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമാണുള്ളത്. ഇതാണ് ശരിയത്. ഒരു സമ്പൂർണ്ണ മൗലിദ് പാരായണം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് രാത്രി തന്നെ 12 മൗലിദ് ഉണ്ടല്ലോ, അത് രാത്രി തന്നെ ഉണ്ടാവും. മറ്റുള്ള എല്ലാ ദിവസത്തെ മറ്റു മൗലിദുകൾ എല്ലാ ദിവസവും അല്ല, പിന്നെ രാത്രി ഒരു ദിവസം. പിന്നെ നല്ല അത് വളരെ ഉഷാറുള്ള പരിപാടിയായിരിക്കും. ദഫൊക്കെ ശരിക്കും മുട്ടിട്ടുള്ള നല്ലൊരു മൗലിദ് ഇൻഷാ അല്ലാഹ്. അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യവും ഭംഗിയാക്കി തരട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനുള്ള സമ്പൂർണമായ പ്രതിഫലം നാളെ ആഖിറത്തിൽ അല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി സ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.